ചെട്ടികുളങ്ങര ഭഗവതിയുടെ 13ാം കരയായ നടക്കാവിനൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വർഷത്തെ കെട്ടുകാഴ്ചയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ അവരോടൊപ്പം അവരതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നതാണ്. ഇത് ചെട്ടികുളങ്ങര ഭഗവതിയുടെ 13 കരകളിലെ 13ാമത്തെ കരയായ നടക്കാവിൻ്റെ കെട്ടുകാഴ്ചയാണ്. കുതിര എന്നാണ് കെട്ടുകാഴ്ച നമ്മൾ വിളിക്കുന്നത്. ഇത് ഒരു കൂട്ടായ്മയുടെ ഉത്സവമാണ്. കൂട്ടായ്മ ഉത്സവം എന്ന് പറഞ്ഞാൽ ഇതിനകത്തിൽ നമ്മൾ ബാക്കിയെല്ലാം മറന്നിട്ട് ഒത്തൊരുമയോടുകൂടി ആ കരക്കാർ മുഴുവൻ കൂടെ ചേർന്ന് കെട്ടുകാഴ്ച കെട്ടി അമ്മയുടെ പിറന്നാളിൻ്റെ ദിവസം സമർപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ ഈ ഒരു കരയുടെ വഴിപാടായിട്ടാണ് നമ്മൾ ഈ സമർപ്പിക്കുന്നത്. അപ്പോൾ അതിന് എന്ന് പറഞ്ഞാൽ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെട്ടികുളങ്ങര പ്രദേശത്തിൽ ഓണാട്ടുകര എന്ന് പറയുന്ന പ്രദേശത്തെ നമ്മുടെ എല്ലാവരുടെയും ഓണം, വിഷു, ദീപാവലി എല്ലാം ഈ കുംഭഭരണിയാണ്. കാരണം ഗൾഫിലുള്ളവരും പട്ടാളക്കാരുമാണ്, നാട്ടിന് പുറത്തുള്ളവരും നാട്ടിനകത്ത് വർക്ക് ചെയ്യുന്നവരായിട്ടുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഒരു ഒത്തിരിപ്പം പറഞ്ഞ് ഭാരവാഹികൾ മാത്രമല്ല, ഭാരവാഹികൾ ഇത് നോക്കി നടത്താൻ വേണ്ടി കുറച്ച് ഭാരവാഹികൾ നമ്മുടെ കൂടെ ഉണ്ട്. ബാക്കിയെല്ലാം കരക്കാരാണ്. കരക്കാർ വരുന്നു, കെട്ടുകാഴ്ചകൾ കെട്ടുന്നു, അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ. അതിനിപ്പം ഇത്തിരി കുറച്ച് മുമ്പ് നമ്മൾ ഇവിടെ ഒരു കഞ്ഞി വഴിപാടിന് പോയിരുന്നു. അതായത് നമ്മൾ ഈ കെട്ടുന്ന കുട്ടികൾക്കായിട്ട് വഴിപാട് ആയിട്ട് പല വീട്ടുകാരും കഞ്ഞി സദ്യകൾ നടത്തും. അപ്പോൾ കഞ്ഞിക്ക് പോയി ആ കുത്തിയോട്ട പാട്ടുകൾ പാടി, വഞ്ചിപ്പാട്ട് പാടി കഞ്ഞിക്ക് പോയി കഞ്ഞി കുടിച്ച് തിരിച്ചു വരുന്നു, വീണ്ടും അതേ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു, കെട്ടുകാഴ്ച നിർമ്മിക്കുന്നു, അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഇതാണ് ഈ ഒരു പ്രോസസ്സ്. ഏകദേശം എത്ര ശതമാനം കെട്ടുകാഴ്ചയുടെ നിർമ്മാണം പൂർത്തിയായി? 80-85% പൂർത്തിയായിട്ടുണ്ട്. അതേ ഉള്ളൂ. മൂന്ന് കെട്ട് കാഴ്ചയിൽ 3 ഘട്ടമായിട്ടാണ്. ഒന്ന് നമ്മളിതൊരു മെയിൻ കുതിര എന്നുള്ള പറയും, അത് ഇടക്കൂടാരം എന്ന് പറഞ്ഞു. ഇതിൻ്റെ മുകളിൽ മേൽക്കൂടാരമുണ്ട്. അതിനിടയ്ക്ക് പ്രബട എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റമുണ്ട്. ഇത് ഈ കുതിര പണിഞ്ഞ് കുതിരയുടെ മുകളിൽ ഇടക്കൂടാരം വെക്കുന്നു. ഇടക്കൂടാരത്തിൻ്റെയും കുതിരയുടെയും ആ ഒരു യോജിക്കുന്ന ഭാഗത്താണ് പ്രബട വരുന്നത്. പിന്നെ മേൽക്കൂടാരം. അങ്ങനെയാണ് ഇത്. ഇപ്പോൾ അതിനകത്തൊരു 80-85% പണി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രബട അവിടെ വേറെ സ്ഥലത്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, മേൽക്കൂടാരം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് മൂന്നും ഇത് കെട്ടിക്കയറ്റി ടവറിലാണ്. അപ്പോൾ ഓരോരോ ഘട്ടമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് ഒരുമിച്ച് കെട്ടുകാഴ്ചയാവുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ ഇപ്രാവശ്യം? നമുക്ക് ഞങ്ങളുടെ കെട്ടുകാഴ്ചയുടെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്, കെട്ടുകാഴ്ചയെ സംബന്ധിച്ചിടത്തോളം പ്രഭടയിൽ ഞങ്ങൾക്ക് നടക്കാവ് വരയ്ക്ക് കൃഷ്ണലീലയാണ് ഞങ്ങളുടെ പ്രഭടയിലെ പ്രധാന ആകർഷണം. അതുകൂടാതെ തന്നെ കഴിഞ്ഞ 2 വർഷക്കാലം മുമ്പ് ഭഗവതിയുടെ ഭദ്രകാളി മുടി വരിക്കപ്ലാവിൻ തടിയിൽ ചെയ്ത് ഞങ്ങൾ കെട്ടുകാഴ്ചയിൽ സമർപ്പിക്കുകയുണ്ടായി. ഞങ്ങളുടെ കരയിലെ തന്നെ ഒരു ഭക്തനാണത് സമർപ്പിച്ചത്. കൂടാതെ ഈ വർഷം ഞങ്ങൾ ഭഗവതിക്ക് കാവൽക്കാരികളായിട്ട് 2 ദ്വാരപാലികമാരെയും വരിക്കപ്ലാവിൽ തീർത്ത് ഇപ്രാവശ്യം ഞങ്ങളുടെ കെട്ടുകാഴ്ചയിലേക്ക് പുതിയതായിട്ടുള്ള 2 ദ്വാരപാലികമാരുടെ ഞങ്ങളുടെ കെട്ടുകാഴ്ചയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ഭക്തൻ വഴിപാടായിട്ട് ഈ ഫ്രണ്ട് സൈഡിലെ മുഴുവൻ തൂക്കെന്ന് പറയുന്നത്, അതിലെ കുതിരയുടെ ഏറ്റവും ഭംഗി എടുത്ത് കാണിക്കുന്ന തൂക്കാണ്. അതൊരു ഭക്തൻ ഇപ്രാവശ്യം വഴിപാടായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഈ പ്രാവശ്യമുള്ള മാറ്റങ്ങൾ. പിന്നെ അതാണ് നേരത്തെ പറഞ്ഞ മുടിയുടെ രൂപം അതാണ്. അപ്പം അതിനകത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 2 ദ്വാരപാലികമാരെയും കൂടെ ഈ പ്രാവശ്യത്തെ കുതിരയിൽ മാറ്റമായിട്ട് വന്നിട്ടുണ്ട്.